എല്ലാവർക്കും മാത്സ് മന്ത്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സിമ്പിൾ ഇൻഡസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളുടെ മാത്സ് മന്ത്ര ക്ലാസ്സുകൾ പോകുന്ന രീതിയിൽ പേന എടുക്കാതെ എങ്ങനെ സൊല്യൂഷൻ ചെയ്യാം എന്നുള്ളത് ഏറ്റവും കുറച്ച് എഴുതിയിട്ട്. അപ്പോൾ ഇങ്ങനത്തുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് വേറെ എവിടെയും വേറെ എവിടെയും കിട്ടത്തില്ല. അതിന് ഹിന്ദിയിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ വേറെ എവിടെയും കിട്ടത്തില്ല. കാരണം ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതിൽ അവർ എന്തെങ്കിലും എഴുതി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ എങ്ങനെയായിരിക്കണം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ലെവലിലുള്ളവർക്കും വേണ്ടിയുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതായിരിക്കണം, ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ മാത്സ് മന്ത്രയുടെ അടുത്ത ക്ലാസ്, ഇനി മുന്നത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് ദയവായിട്ട് കണ്ടിട്ട് വരിക. ഓക്കെ, ദ എമൗണ്ട് ഓഫ് എ സെർട്ടൺ സം അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് 15% per annum 5 years ഈസ് ഇത്രയും മോർ ദാൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം സം അറ്റ് ദ സെയിം റേറ്റ് ഇൻ 10 years. വാട്ട് ഈസ് എ സം? അപ്പോൾ ഇവിടെ എമൗണ്ടും ഇവിടെ സമ്മുമാണ്. ഇപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വരും? എത്രയോ ഒരു സമ്മിൻ്റെ 15% വെച്ച് 5.5 years. അപ്പോൾ 15 × 5.5 എന്ന് പറയുമ്പോൾ 75ഉം 15ൻ്റെ പതി 82.5. അപ്പോൾ അത് എമൗണ്ട് ആകുമ്പോൾ ആ സമ്മിൻ്റെ 182% ആവും. ഇവിടെ എന്താവും? സെയിം സം, അവിടെ ഇൻട്രസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 10 വർഷം കൊണ്ട് 15%, 150% ആണ് അവിടെ ഇൻട്രസ്റ്റ് വരുന്നത്. ഡിഫറൻസ് 32%. ആ 32% ഓഫ് സമ്മാണ് തന്നിട്ടുള്ളത് 1755. അപ്പോൾ 32യുടെ വാല്യൂ അറിയാം, 1755. നമുക്ക് 100% വാല്യൂ ആണ് വേണ്ടത്. ഇനി 32.5 എന്ന് പറയുമ്പോൾ നമുക്ക് താഴെ വേണമെങ്കിൽ 32.5 ഡിഗ്രി സം നോക്കുമ്പോൾ 3 × 5 = 10. അതായത് അടിയിൽ 1 വരും. അപ്പോൾ നമ്മുടെ മേലത്തെ ഡിഗ്രി സം എന്ന് പറഞ്ഞാൽ 10, 17, 18. അതായത് നമ്മുടെ ആൻസർ 9 മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ 9 മൾട്ടിപ്പിൾ വരുന്ന ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ എ ഉള്ളൂ. എന്ത് ചെയ്തു? നമ്മൾ പേന എടുക്കുക ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേന എടുക്കുക ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ പേന എടുക്കുക ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും പേന എടുക്കുക ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് പേർക്കും എത്ര പെർസെൻറ്റേജ് പേര് ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ മാത്സ് മന്ത്രയെ ബാക്കിയുള്ള ചാനലുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഈസ് 1/4 ഓഫ് ദ സം ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം ഈസ് 4 times the number of years. If the rate of interest is increased by 2%, then what will be the simple interest on 5000 for 3 years? അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1/4 ഓഫ് ദ സം ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് 1/4 ഓഫ് ദ സം എന്ന് പറഞ്ഞാൽ നമുക്ക് 25% എടുക്കാമായിരുന്നു. എപ്പോൾ? ഇൻട്രസ്റ്റ് റേറ്റ് 4 times the number of years എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റിനകത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മ് 4 ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1 ആണ്. അവിടെ അതേപോലെ തന്നെ റേറ്റിൻ്റെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? അവർ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അതായത് 1 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഇൻട്രസ്റ്റ് ഈക്വൽ ടു സം ഇൻറ്റു RT/100 ആണ്. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷനും അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 4 × R റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സിന് നമുക്ക് എന്ത് പറയാം? R/4 എന്ന് പറയാം. അപ്പോൾ R/4 പെർസെൻറ്റേജ് ആണ്. R% R/100 × R/4 ആണ്. അപ്പോൾ R²/100 എന്ന് വരും. അപ്പോൾ 1 = 4 × R²/100 എന്ന് വരും. 1 = 4 × R²/100 പിന്നെ ബൈ ഒരു 4 ഉണ്ട്, R/4. ഇവിടുത്തെ 4 times എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സിന് എന്ത് പറയാം? R/4 എന്ന് പറയാം. റേറ്റ് 4 times എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സിന് നമുക്ക് R/4 എന്ന് പറയാം. അപ്പം നമുക്ക് 1 = 4 × R²/4 × 100. 4ഉം 4ഉം വെട്ടിപ്പോയി. R² വാല്യൂ 100 വന്നു. R എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. റേറ്റ് പെർസെൻറ്റേജ് 10 എന്ന് കിട്ടി. റേറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇത്രയും 10 ൽ നിന്ന് 2 കൂടി 12 ആയി. അങ്ങനെ 3 വർഷം എന്ന് പറഞ്ഞാൽ 36% ആണ് നമുക്കുള്ളത്. 5000-ന് 36% എന്ന് പറയുമ്പോൾ 36 × 5 180. ആൻസറിനകത്ത് 180 കാണും. ഓപ്ഷൻ 2 പേന എടുക്കാതെ ചെയ്തു. യെസ്. ഓട്ടോമൊബൈൽ ഫൈനാൻഷ്യൽ ക്ലെയിംസ് ടു ബി ലെൻഡിങ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ബട്ട് ഹി ഇൻക്ലൂഡ്സ് ദ ഇൻട്രസ്റ്റ് എവറി 6 months ഫോർ കാൽക്കുലേറ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഇഫ് ഹി ചാർജിങ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 14% എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എത്രയാവും? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് 7ൻ്റെ സക്സസീവാണ് 14.49. വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ 100 രൂപയാണ് ഇനിഷ്യൽ ഉള്ളതെങ്കിൽ 6 മാസം കൊണ്ട് 1 വർഷത്തെ 14% ഇൻട്രസ്റ്റ്. 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. 12 മാസം 14% ആണെങ്കിൽ 6 മാസത്തേക്ക് 7% ഇൻട്രസ്റ്റ്. അപ്പോൾ ആ സമ്മ എന്താവും? 100ൻ്റെ 7% കൂടി 7 രൂപ ഇൻട്രസ്റ്റ് ആയി 107 ആവും. എന്നിട്ട് ആ 107 വെച്ചാണ് എന്ത് ചെയ്യുന്നത്? അതാണ് ഇവിടെ കോമ്പൗണ്ടിങ് പോലെ ആയി. 6 മാസം കഴിഞ്ഞ് കോമ്പൗണ്ടിങ് പോലെ ആയി. അപ്പോൾ 107 പിന്നെ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ചേഞ്ച് ആയി. ഇത് കോമ്പൗണ്ടിങ് പോലെ ആയി. അപ്പോൾ പ്രിൻസിപ്പിൾ 107 ആയി. പിന്നെ എന്ത് ചെയ്യും? 107ൻ്റെ 7% എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സക്സസീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ 7ൻ്റെ സക്സസീവ് എടുക്കുമ്പോൾ നമുക്ക് 7 + 7 + 7 × 7/100 14.49% ആയിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സമ്മ് 1727 ഡിവൈഡ് ഇൻറ്റു 3 parts ABC സോ ദാറ്റ് ദെയർ എമൗണ്ട്സ് ആഫ്റ്റർ 3, 4, 5 years റെസ്പെക്റ്റീവ്ലി ആർ ഈക്വൽ. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5% പെർ ആനാണ്. ഹൗ മച്ച് ഈസ് എ? അപ്പോൾ ഇതെങ്ങനെ പേര് എടുക്കാതെ ചെയ്യാൻ പറ്റും? അപ്പോൾ എമൗണ്ട് ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ 3 വർഷം കഴിഞ്ഞ് 3 വർഷത്തേക്ക് 5% ആനുവാണെങ്കിൽ ഇൻട്രസ്റ്റ് 15% ആയിരിക്കും. എമൗണ്ട് 115% ഓഫ് എ ആവും. അത് ഈക്വൽ ടു
4 വർഷത്തേക്ക് 5% ആകുമ്പോൾ 20% ഇൻട്രസ്റ്റ്, എമൗണ്ട് എന്ന് പറഞ്ഞാൽ 120% ഓഫ് എ ബി. അപ്പോൾ 115% ഓഫ് എ ഈക്വൽ ടു 120% ഓഫ് ബി ഈക്വൽ ടു ഇവിടെ 25% ഇൻട്രസ്റ്റ് കിട്ടും, 125% ഓഫ് സി എന്ന് കിട്ടും. അപ്പം അതിനകത്ത് കോമൺ ആയിട്ടുള്ള 5 വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ 23 എ ഈക്വൽ ടു 24 ബി ഈക്വൽ ടു 25 സി. പിന്നെ A/B/C കണ്ടുപിടിക്കാം. അപ്പോൾ A/B/C കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എന്താണ്, എയുടെ കൂടെ ഉള്ളത് മാറ്റി നിർത്തി ബാക്കി 2 മൾട്ടിപ്ലയർ. അപ്പോൾ അതിൻ്റെ റേഷ്യോടെയൊക്കെ ബേസിക് ക്ലാസ്സിൽ നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ചുമ്മാ കയറി ഒരു ക്വസ്റ്റിനും പേന എടുക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സുകൾ റേഷ്യോയുടെ ക്ലാസ്സുകളും ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണുക. അതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണുന്നുള്ള വഴി അവിടെ മനസ്സിലാവും. ഒരു മാത്സ് എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ ബാക്കി 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 24 × 25, അതായത് നമ്മുടെ എയ്ക്കകത്ത് എന്തുണ്ട്, 24 എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 ഉണ്ട്, അതുപോലെ 3 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ അകത്ത് 4 കാണും, 3 കാണും. അപ്പോൾ ഇതിനകത്ത് 3 ഇല്ല, ഇതിനകത്ത് 12. ഓക്കെ, പിന്നെ 25 കാണും. ഓക്കെ, 25 കാണും. ഇപ്പോൾ 25 കാണും, 25 എല്ലായിടത്തും വെട്ടിപ്പോകും. ഇല്ല, 25 എല്ലായിടത്തും വെട്ടിപ്പോകും. 25 കാണും, 4 കാണും, 3 കാണും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. പേന എടുക്കുക ചെയ്യാം. പിന്നെ ഇത് പേന എടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയെന്താ 23 എ ഈക്വൽ ടു 24 ബി ഈക്വൽ ടു 25 സി. അതിനകത്ത് എയും ബി, A/B/C കണ്ടുപിടിക്കണം. A/B/C കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് മാറ്റി എടുത്തിട്ട് ബാക്കി 2 മൾട്ടിപ്പിൾ. 24 × 25, അപ്പോൾ അത് 600 റേഷ്യോ. ബി എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി എടുത്തിട്ട് ബാക്കി 2 മൾട്ടിപ്ലൈ. 23 × 25 എന്ന് പറഞ്ഞാൽ എത്ര വരും, 500 575. ഓക്കെ, അതെ, 500 575. അടുത്തത് സി എന്ന് പറഞ്ഞാൽ ഇത് മാറ്റി നിർത്തുക, ബാക്കി 2 മൾട്ടിപ്ലൈ. 23 × 24 എത്രയാണ്, 529 23. 529 23, 529 549 552. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 7 അവസാനിക്കുകയും ചെയ്യും, 1727 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എത്രയാണ്, 600 കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ 25 എന്താ ഇവിടെ 25 വരുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്, 24 × 25. 25 മൾട്ടിപ്പിൾ ആയിരിക്കും, കോമൺ ആയിട്ടില്ല. 25 എല്ലായിടത്തും കോമൺ ഇല്ല. 25 എന്തായാലും ഇവിടെ കാണും. പിന്നെ 3 എല്ലായിടത്തും കോമൺ ഇല്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ പറ്റുന്നവർക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും, അല്ലാത്തവർ ഇങ്ങനെ എഴുതി ചെയ്യേണ്ടി വരും. യെസ്, പേന എടുക്കാതെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മന്ത്രയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ഇത്രയും ബിക്കംസ് ഇത്രയും ഇൻ 4 ഇയേഴ്സ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. 4 വർഷം കൊണ്ട് 960 കൂടിയത്, 1 വർഷം കൊണ്ട് 240 കൂടുന്നത്. 4240 എന്ന് പറയുമ്പോൾ 40 × 6 ആണ് 240, 6% ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് 6 ഇൻട്രസ്റ്റ് എത്രയായി, 1.5 ടൈംസ് ഓഫ് ഇറ്റ് സെൽഫ്. 1.5 × 6 എന്ന് പറഞ്ഞാൽ 9 ഡെയിലി മാക്സിൻ്റെ എക്സസൈസ് ചെയ്യുന്നവരാണ്. 9% ഹൗ മച്ച് ഇസ് ദ സം വിൽ ബിക്കം ആഫ്റ്റർ 4 ഇയേഴ്സ്. 4 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 36% ആവും. അതായത് ഇതിൻ്റെ 136% ആവും. ഓക്കെ, 4 വർഷം കൊണ്ട് 9% വെച്ച് 36% ഇൻട്രസ്റ്റ് കിട്ടും. എത്ര ആവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 130, ഇതിൻ്റെ 136% ആവും. അപ്പോൾ 136 × 4 എന്ന് പറയുമ്പോൾ 520, 24, 544.0. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് 5 ക്വസ്റ്റ്യൻ ചെയ്തു. എല്ലാം എന്ത് ചെയ്തു, പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു. ഓക്കെ, ഒരുപാട് കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ ദയവായിട്ട് അതെല്ലാം കാണുക. മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. CGLൻ്റെയൊക്കെ സ്ട്രാറ്റജി വീഡിയോ ഒരുപാട് 10-25,000 പേര് ഇപ്പോൾ കണ്ട് തുടങ്ങി. നിങ്ങളത് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഉപയോഗിക്കുക, അത് എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കുക, പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലത്തുള്ള ക്ലാസ്സുകളുമായിട്ട് കാണാം. നമ്മളുടെ ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.